നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ബാനിന്റെ കഥയാണ് സ്പാനിഷ് സ്ട്രീമർ ആയിട്ടുള്ള ടിഗ്രെഫ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. അതിപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. മാർക്കയും അർജന്റീനയിൽ നിന്ന് TYC സ്പോർട്സും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമുക്ക് റയൽ മാഡ്രിഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അവരുടെ ജേഴ്സി വാങ്ങിക്കാവുന്നതാണ്. അത് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാം, നമ്മുടെ പേര് വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഗ്രേഫ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മെസ്സിയുടെ പേര് വെച്ചുകൊണ്ട് ആ ജേഴ്സി വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴുണ്ടായിട്ടുള്ള അനുഭവമാണ് അദ്ദേഹം തൻ്റെ സ്ട്രീമിങ്ങിലൂടെ പുറത്തുവിട്ടത്. അതാണിപ്പോൾ മാധ്യമങ്ങൾ വാർത്തയാക്കി മാറ്റിയിട്ടുള്ളത്. സംഗതി നമുക്ക് എന്താണ് അതിൽ സംഭവിച്ചത് എന്ന് നോക്കാം. അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ വെബ്സൈറ്റിലേക്ക് പോയിക്കൊണ്ട് ഒരു ജേഴ്സി ഓർഡർ ചെയ്യുന്നു. ജേഴ്സിയുടെ മോഡലും സൈസും നമ്പറും ഒക്കെ അദ്ദേഹം കൊടുക്കുന്നു. എന്നിട്ട് പേര് മെസ്സി എന്ന് കൊടുക്കുകയാണ്. എന്താണ് അതിൽ കസ്റ്റമൈസ് ചെയ്ത് എഴുതി വരേണ്ട പേര് ചോദിക്കുമ്പോൾ മെസ്സി എന്ന് കൊടുക്കുകയാണ്. നമ്മുടെ പേര് കൊടുക്കാം, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പം മെസ്സി എന്ന് എഴുതിയപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ആ പേര് പറ്റില്ല, ഞങ്ങളുടെ ആ ഒരു കസ്റ്റമൈസേഷൻ പോളിസിക്കെതിരാണ്, ഈ പേര് അനുവദിക്കില്ല എന്നാണ് അതിൽ ഓട്ടോമാറ്റിക്കലി വന്നത്. സോ ഫിൽട്ടർ വെച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പം ഗ്രഫ് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തത് മെസ്സിയുടെ പേര് 3 വാക്കുകൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. MESS ക്യാപിറ്റൽ ലെറ്റർ അങ്ങനെയാണല്ലോ പുറത്തെഴുതുക. അപ്പോൾ ക്യാപിറ്റൽ MESS കൊടുത്തിട്ട് I എന്നുള്ളത് ഒരു സ്പേസ് ഇട്ടിട്ട് കൊടുത്തു. അപ്പോൾ മെസ്സി എന്നുള്ളത് അങ്ങനെ കൊടുത്തപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഫിൽട്ടർ വെച്ചിട്ടില്ല എന്നർത്ഥം. സോ അത് ആക്സസ് കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അധികം കഴിയാതെ തന്നെ വീണ്ടും അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ വന്നു. അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, നിങ്ങളുടെ ഓർഡർ റീഫണ്ട് കൊടുക്കുന്നു, ആ പൈസ സ്വീകരിച്ച പൈസ തിരികെ കൊടുക്കുന്നു, അങ്ങനെ ജേഴ്സി അടിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് മെസ്സേജ് വരികയാണ്. സോ വീണ്ടും അദ്ദേഹം ഒന്നുകൂടി അങ്ങനെ വന്നപ്പോൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പം എന്തെങ്കിലും ഫിൽട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഗ്രഫ് വീണ്ടും ആ രൂപത്തിൽ മെസ് എന്ന് എഴുതി I ഒരു സ്പേസ് ഇട്ട് കൊടുത്തപ്പോൾ നേരത്തെ ഉള്ള പോലെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ആദ്യം മെസ്സി എന്ന പേര് കൊടുക്കുമ്പോൾ എന്താണോ മെസ്സേജ് വന്നിരുന്നത് അതുപോലെ തന്നെ മെസ് I എന്ന് കൊടുത്താലും മെസ്സേജ് വരികയാണ്, ഞങ്ങളുടെ കസ്റ്റമൈസേഷൻ പോളിസിക്ക് ഇത് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇത് പേരിനെ പോലും ബാൻ ചെയ്തിരിക്കുകയാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തയാവുന്നത്. മെസ്സി എന്ന് മാത്രമല്ല മെസ് I എന്ന് കൊടുത്താലും ഒക്കെ ബാനാക്കുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ ഫിൽട്ടർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ലിയോ മെസ്സിയും റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും ഒക്കെ ഉണ്ടായിരുന്ന റിവൽട്രി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ തങ്ങളുടെ റിവൽ ക്ലബിന്റെ ലെജൻഡ് ആയിട്ടുള്ള താരത്തിന്റെ പേര് വെച്ച് തങ്ങളുടെ ടീമിനെ ജേഴ്സി അടിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് റയൽ അവിടെ എടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.